കെ സിക്കാണ് എല്ലാ എം എൽ എമാരുടെയും പിന്തുണ, ഭൂരിഭാഗം എം എൽ എമാരുടെയും പിന്തുണ. അങ്ങനെയാണെങ്കിൽ കെ സിയോട് രാഹുൽ ഗാന്ധിക്ക് പറയാമല്ലോ, ഇവിടെ ദില്ലിയിൽ നിന്നോ എന്ന് പറയാമല്ലോ, നിൽക്കണം, എൻ്റെ കൈയായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ കെ സി ആരെ പിന്തുണയ്ക്കും? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. സ്വാഭാവികമായും കെ സി ഈ ഒരു ഘട്ടത്തിൽ അതും RCA രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയാണ് ഉള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒന്ന്, അവർ രണ്ടുപേരും പഴയ സുഹൃത്തുക്കളാണ്. അതിനേക്കാൾ ഉപരി രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാലിൻ്റെ നേതാവ് കൂടിയായിരുന്നു. ആ ഒരു ബന്ധമുണ്ട്, ദേശീയ തലത്തിൽ അവർക്ക് ആ ബന്ധങ്ങളുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ വി ഡി സതീശൻ പൊളിറ്റിക്സ് ആണല്ലോ, സ്വാഭാവികമായും വി ഡി സതീശൻ ആ തരത്തിൽ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ RCA പിന്തുണയ്ക്കുമെന്നാണ് എന്ത് തോന്നുന്നു. കെ സി ആരെ പിന്തുണ? അതിൽ ഞാൻ വേറെ തരത്തിലാണ്. കാരണം എന്താ വെച്ചാൽ, ഒന്ന്, ഈ ദേശീയ നേതൃത്വത്തിലടക്കം NSU ദേശീയ അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, അങ്ങനെ പദവികൾ, ഒപ്പം ആ ദേശീയ രാഷ്ട്രീയത്തിൽ രമേശ് ചെന്നിത്തല നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ് സംസ്ഥാനത്ത് കോൺഗ്രസിൽ വലിയൊരു വിഭാഗീയതയും ഭിന്നതയും ഉണ്ടായി ഒരു പിളർപ്പിലേക്ക് പോകുന്നത്. 2003-2004 കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഇല്ലാതാകുന്നു എന്ന തോന്നുമ്പോഴാണ് കെ സി വേണുഗോപാൽ മുൻകൈയെടുത്ത് AK ആൻ്റണിയുടെ ആശീർവാദത്തോടെ രമേശ് ചെന്നിത്തലയുടെ KPCC അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് കെ സി വേണുഗോപാലാണ് അതിന് മുൻകൈയെടുത്തത്. അതിന് വേണ്ട ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത് കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാലിനൊപ്പം നിന്നവരാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രാഥമിക സൗകര്യം. കാരണം ആരും ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയ രമേശ് ചെന്നിത്തലയെ സ്വീകരിക്കാൻ പോലും അന്ന് ആരും ഉണ്ടായിരുന്നില്ല. പഴയ സൗഹൃദം അനുസരിച്ച് കെ സിയുടെ പിന്തുണ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. സ്വാഭാവികമാണ്. കാരണം ഈ കഴിഞ്ഞ തവണ നേതൃമാറ്റം വന്നപ്പോൾ എന്തുകൊണ്ടാവും കെ സി VDയെ പിന്തുണയ്ക്കാത്തത്? അതിന് കുറച്ച് കാരണങ്ങൾ കാണുന്നത്. ഒന്ന്, കഴിഞ്ഞ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കി പകരം VD സതീശനെ കൊണ്ടുവരാൻ മുൻകൈ എടുത്തത് കെ സി വേണുഗോപാലാണ്. അത് പിന്നീട് തലവേദനയായി മാറിയത് കെ സി വേണുഗോപാലിനെ തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും കെ സി വേണുഗോപാലിനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരോ VD സതീശനെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല, നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കെ സിയുടെ അഭിപ്രായം ചോദിക്കാനും സാധ്യതയില്ല ഇപ്പോഴത്തെ ഘട്ടത്തിൽ. കെ സിയോട് എങ്ങനെ അഭിപ്രായം ഹൈക്കമാൻഡ് ചോദിക്കുന്നത് പറയുന്നത്. കാരണം കെ സി ഓൾറെഡി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിൽക്കുകയാണല്ലോ.